ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ടോപ്പിക് എന്ന് പറയുന്നത് എസ് യു കാർബുറേറ്റർ. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാർബുറേറ്ററിൻ്റെ ഒരു സിമ്പിൾ കാർബുറേറ്ററിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കാർബുറേറ്ററിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്ത ശേഷം അത് അവിടെ നിന്നാണ് എൻജിനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്യുക ആണ് ഈ കാർബറേറ്ററിൻ്റെ ഡ്യൂട്ടി. അതിലേക്ക് ഫ്യൂവൽ എത്തുന്നത് എവിടെ നിന്നാണ്? പമ്പ് വഴി. ഓക്കെ, ഫ്യൂവൽ പമ്പ് വഴി. അത് പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ AC മെക്കാനിക്കൽ പമ്പുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പമ്പുണ്ട്. ഡീസൽ എഞ്ചിനാണെങ്കിൽ വേറെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പുണ്ട്, ഫ്യൂവൽ ഫീഡ് പമ്പുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, കാർബറേറ്ററിലേക്ക് എത്തുന്നത്. കാർബറേറ്റർ മെയിനായിട്ട് പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുള്ളൂ, ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കില്ല. കാരണം ഡീസലിൽ ഒരിക്കലും നമുക്ക് എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ പെട്രോൾ എഞ്ചിനുകളിലാണ്. ഓക്കെ, അപ്പോൾ കാർബറേറ്റർ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് പെട്രോൾ എഞ്ചിനിലാണ്. അപ്പോൾ കാർബറേറ്ററിൽ തന്നെ ഞാൻ അന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാർബറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാർബറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാർബറേറ്റർ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർബറേറ്റർ, സിമ്പിൾ കാർബറേറ്റർ എന്നാണ് അതിൻ്റെ പേര് തന്നെ സിമ്പിൾ കാർബറേറ്റർ എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബറേറ്റർ SU കാർബറേറ്റർ, അല്ലെങ്കിൽ മുമ്പത്തെ കാലത്ത് ഉണ്ടായിരുന്ന കാർബറേറ്റർ. ഇറ്റ് ഇസ് നോട്ട് മോഡേൺ കാർബറേറ്റർ, ഓൾഡ് കാർബറേറ്റർ ആണ് SU കാർബറേറ്റർ. ഞാൻ അന്ന് പറഞ്ഞ കാർബറേറ്റർ മോഡേൺ കാർബറേറ്റർ ആണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് സിമ്പിൾ കാർബറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ. എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്തിട്ട് അത് എഞ്ചിനിലേക്ക് എത്തിക്കുക എന്നതാണ് കാർബറേറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പോൾ ഒരു എഞ്ചിൻ മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇത്രത്തോളം ഫ്യൂവൽ മിക്സ് ആവണമെന്നുണ്ട്. എയറിൻ്റെ ഒപ്പം എത്രത്തോളം ഫ്യൂവലാണ് മിക്സ് ആവണമെന്നുണ്ട്. അല്ലാണ്ട് ഒരു തോന്നിയ കണക്കല്ല. അപ്പം അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 14:7 കിലോഗ്രാം എയറിന് 1 കിലോഗ്രാം ഫ്യൂവൽ. ലിറ്ററിലല്ല, കിലോഗ്രാമിലാണ്. 1 കിലോഗ്രാം ഫ്യൂവൽ എന്ന് പറയുന്നത് 1 ലിറ്റർ ഫ്യൂവൽ അല്ല, തെറ്റരുത്. അപ്പോൾ 14.7 കിലോഗ്രാം എയറിന് 1 കിലോഗ്രാം ഫ്യൂവൽ വേണം. അതാണ് നോർമലി ഉള്ള ഒരു കാർബറേറ്ററിൻ്റെ എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 14.7:1 തിയറിറ്റിക്കലി. ഓക്കെ, നിങ്ങളിപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ പല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ചിലതിൽ 14:1 എന്ന് എഴുതിയിട്ടുണ്ട്, ചിലതിൽ 15:1 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന ടൈമിലൊക്കെ പല ടെക്സ്റ്റ് ബുക്കിലും 16:1 എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഓവർ റൈറ്റ് ചെയ്ത് എഴുതുന്നതാണ്. ബട്ട് തിയറിറ്റിക്കലിയുള്ള റേഞ്ച് നോക്കുമ്പോൾ 14. ഈ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നോർമലി അത് 12:1 മുതൽ 20 ഇടയിൽ എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു സാധനം SU കാർബറേറ്ററിൻ്റെ SU കാർബറേറ്ററാണ്. ഇതാണ് നമ്മുടെ ട്യൂണിങ് സ്ക്രൂ. കാർബറേറ്റർ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബൈക്കിലൊക്കെ ആ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് വണ്ടീൻ്റെ RPM കൺട്രോൾ ചെയ്യാറുണ്ട് ഇല്ലേ, ട്യൂൺ ചെയ്തിട്ട്. അപ്പോൾ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ പലരും പറയാറുണ്ട്, ട്യൂൺ ചെയ്യുമ്പോൾ ഫ്യൂവൽ കൂടുതൽ വലിച്ചെടുക്കും കേട്ടോ, ആ സ്ക്രൂ അധികം ടൈറ്റ് ചെയ്യരുത്, കൂടുതൽ ഫ്യൂവൽ വലിച്ചെടുക്കും, ഫ്യൂവൽ നഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ട്യൂൺ ചെയ്യാമെന്ന് കൂടിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കാർബറേറ്ററിനെ എങ്ങനെ ട്യൂൺ ചെയ്യാം, കാർബറേറ്ററിനെയാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് അവിടെ. ഇത് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ പണ്ടത്തെ സ്കൂട്ടറുകളിലും അതേപോലെ ബൈക്കുകളിലും ഉപയോഗിച്ചിരുന്ന ഒരു ത്രോട്ടിൽ കേബിൾ വാൾവ് ടൈപ്പ് മെക്കാനിസം ആണ്. കണ്ടോ, ഒരു ത്രോട്ടിൽ കേബിൾ വാൾവ് ഉപയോഗിച്ചിട്ടാണ് പണ്ടത്തിൽ കാർബറേറ്റർ വർക്ക് ആയിട്ടുണ്ടായിരുന്നത്. പണ്ടത്തേൽ അല്ലെങ്കിൽ വില കുറഞ്ഞ സ്കൂട്ടറുകൾ, ഇപ്പോഴും വില കുറഞ്ഞ സ്കൂട്ടറുകളിലൊക്കെ വരുന്നത് ഇതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഉപയോഗിക്കുന്ന ഡിവൈസ് പറഞ്ഞാൽ CV ആണ്. CV കാർബറേറ്റേഴ്സ് ആണ്, കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, CV എന്ന് പറയാൻ വേറെ നല്ല കോൺസ്റ്റന്റ് വെലോസിറ്റി കാർബറേറ്റർ ആണ്. അത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയർ ഫ്ലോ കണ്ടില്ല, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എയർ ഫ്ലോ, വലതുഭാഗത്ത് കൂടുതൽ എയർ കയറാൻ പറ്റുന്ന വലിയ ഡയമീറ്ററും ലെഫ്റ്റ് സൈഡിൽ സ്മോൾ ഡയമീറ്ററും ആണുള്ളത്. ഇത് ഈ ഒരു ക്രോസ് സെക്ഷനെ പറയുന്ന പേരാണ് വെഞ്ചുരി. ഒരു ഭാഗത്ത് വലിയ ഡയമീറ്റർ, ഒരു ഭാഗത്ത് ചെറിയ ഡയമീറ്റർ. വലിയ ഡയമീറ്റർ ക്യാപിറ്റൽ D എന്നും ചെറിയ ഡയമീറ്ററിന് സ്മോൾ d എന്നും വിളിക്കാം. വലിയൊരു എയർ പാസേജും ഇവിടെ ചെറിയ ഭാഗത്ത് ചെറിയൊരു എയർ പാസേജും ഉണ്ടാവും. ഈ വലിയ ഭാഗത്ത് കൂടെ എയർ ബ്ലോവർ അല്ലെങ്കിൽ എയർ പാസ് ചെയ്ത് വെഞ്ചുരി കൂടെ പാസ് ചെയ്ത് ചെറിയ ക്രോസ് സെക്ഷൻ കൂടെ പുറത്തേക്ക് പോകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാൾവ് എന്ന് പറയുന്നത് മറ്റേ പോലെ ത്രോട്ടിൽ കേബിൾ അല്ല, അതിന് പകരം ഒരു
കേബിളിന് പകരം തന്നെ ഇവിടെ വേറൊരു സിലിണ്ട്രിക്കൽ ഫാനാണ്. ഇത് നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ വാൾ എന്നാണ് ഇതിനെ വിളിക്കുക. എന്തുകൊണ്ട് ബട്ടർഫ്ലൈ വാൾ കണ്ടോ? ഈ പിക്ചറിൽ കാണുമ്പോൾ നമ്മൾ സൈഡ് വ്യൂ നിന്ന് നോക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ ചിറകിട്ട് അടിക്കുന്ന പോലെ തോന്നുന്നത് കൊണ്ട് അതിന് ഏതോ ഒരു മഹാൻ ബട്ടർഫ്ലൈ വാൾ എന്ന് പേര് വെച്ചു. അതുകൊണ്ട് നമുക്കത് കാണാപ്പാടം പഠിക്കേണ്ട ഒരു അവസ്ഥയായി. എനിക്കിതുവരെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്ന്. ബട്ടർഫ്ലൈ ചിറകടിക്കുന്ന പോലെ ഉണ്ട് അത്ര. എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബട്ടർഫ്ലൈ വാൾ എന്ന പേര് വരാൻ കാരണം. ആ വാൾവിന് ബട്ടർഫ്ലൈ വാൾ എന്ന് പേര് വരാൻ കാരണം. മറ്റേ പക്ഷേ നമ്മൾ മുമ്പേ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിലൊക്കെ ഒരു ത്രോട്ടിൽ കേബിൾ ആയിരുന്നു, അതിന് പകരമാണ് ഈ ബട്ടർഫ്ലൈ വാൾവ്. ഓക്കെ, ഈ ബട്ടർഫ്ലൈ വാൾവാണ് ഇതിലേക്ക് വരുന്ന ഈ എയറിനെ, ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന എയറിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ ഈ ബട്ടർഫ്ലൈ വാൾവ് ആണ് തിരിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ ബട്ടർഫ്ലൈ വാൾവ് ഈ താഴോട്ട് ഇങ്ങനെ തിരികെയും, മീൻസ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്ന സാധനം ലെഫ്റ്റിലായിട്ട് ഇങ്ങനെ തിരികെയും ചെയ്യുമ്പോൾ കൂടുതൽ എയർ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർ പാസേജിന് റൈറ്റ് സൈഡിൽ വലിയ ഹോളും ലെഫ്റ്റ് സൈഡിൽ ചെറിയ ഹോളും അല്ലെങ്കിൽ വെഞ്ചൂരി ക്രോസ് സെക്ഷൻ ഘടിപ്പിക്കാൻ കാരണം എന്താ? വെഞ്ചൂരി മീറ്ററിൻ്റെ പ്രത്യേകത. വെഞ്ചൂരി മീറ്റർ എന്ന് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കേൾക്കുക. ഓക്കെ, വെഞ്ചൂരി മീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി കൂട്ടുക. എന്തൊരു സാധനത്തിൻ്റെയും വെലോസിറ്റി കൂട്ടുക. വെള്ളമായാലും എയറായാലും എന്തായാലും വെള്ളവും എയറും അതേ കൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വെഞ്ചൂരി മീറ്ററിൻ്റെ പ്രത്യേകത. ഓക്കെ, ഈ വരുന്ന എയറിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. വലിയ എയർ പാസേജിൽ നിന്ന് ചെറിയ എയർ പാസേജിലേക്ക് എയർ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ സ്പീഡ് കൂടിയിട്ടാണ് ചെറിയ ക്രോസ് സെക്ഷനിലൂടെ എയർ എഞ്ചിനിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ബട്ടർഫ്ലൈ വാൾ എങ്ങനെയാണ് പോവുക നമുക്കൊന്ന് ഊരി നോക്കാം. ഇത് താഴത്ത് കാണുന്ന ഫാനാണ് പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത്. പെട്രോൾ ടാങ്ക് വണ്ടീൻ്റെ പെട്രോൾ ടാങ്ക് അല്ല, ഒരു ചെറിയ പമ്പ് ചെയ്യപ്പെടുന്ന കാർബറേറ്ററിലെ ചെറിയൊരു ടാങ്ക്, പെട്രോൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന ചെറിയ ഒരു ടാങ്ക്. ഓക്കെ, അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പെട്രോൾ കപ്പ് എന്നും പറയാറുണ്ട്. ഈ ഒരു നീഡിൽ വാൾവ് കണ്ടോ? ഫ്ലോട്ട് കണ്ടില്ലേ നമ്മളുടെ വീട്ടിൽ? ഇതാണ് അതിൻ്റെ നീഡിൽ വാൾവ്. ഞാൻ സിമ്പിൾ കാർബറേറ്ററിൽ പറഞ്ഞുകയും പിന്നെ അതിലേക്ക് ഫ്യൂവൽ എത്തില്ല ഞാൻ സിമ്പിൾ കാർബറേറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഈ നീഡിൽ വാൾവ് വരെ നമ്മുടെ വീട്ടിൽ ഫ്ലഷിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വെള്ളം കിടക്കാണ്ടിരിക്കാൻ. എൻ്റെ അറ്റത്ത് ടിപ്പ് എന്ന് പറയുന്നത് ഒരു റബ്ബർ കൊണ്ടാണ്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നീഡിൽ വാൾവ് ഫ്ലോട്ട് മുകളിലോട്ട് നീങ്ങുമ്പോൾ നീഡിൽ വാൾവ് ക്ലോസ് ആവുകയും ഫ്ലോട്ട് താഴോട്ട് നീങ്ങുമ്പോൾ നീഡിൽ വാൾവ് ഓപ്പൺ ആയിട്ട് അതിലേക്ക് ഫ്യൂവൽ പെട്രോൾ കപ്പിലേക്ക് ഫ്യൂവൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നിറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് കൂടി കഴിഞ്ഞാൽ നീഡിൽ വാൾവ് ക്ലോസ് ആയിട്ട് ആ ഫ്യൂവൽ വരുന്ന പൈപ്പ് പൂട്ടും, നീഡിൽ വാൾവ് പൂട്ടും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എയർ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജെറ്റുകളാണ്. ഏറ്റവും മുകളിൽ സിമ്പിൾ കാർബിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് താഴെ ഒരു ഡയഫ്രം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡയഫ്രം. ഇതാണ് ഫ്ലൈഡിൻ്റെ അറ്റത്തൊരു പിന്നുണ്ട്. നേരെ ഫ്ലൈഡിൻ്റെ മുകളിലായിട്ടാണ് ഈ ഡയഫ്രം കണക്ട് ചെയ്ത റബ്ബറാണ് ഡയഫ്രം കണക്ട് ചെയ്തിരിക്കുന്നത്. പാസേജിന് വേണ്ടിയിട്ടാണ് ജെറ്റ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ബ്രാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ജെറ്റ് സ്ക്രൂവിൻ്റെ നടുവിൽ കണ്ടു ഒരു ചെറിയ ഹോൾ കണ്ടു. ആ ചെറിയ ഹോൾ കൂടെയാണ് എയർ പാസ്സാവുന്നത്. അപ്പോൾ എത്രത്തോളം എയറാണ് പാസ്സാവുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതേ കൂടെയാണ് എയർ പാസ്സാവുന്നത്. ഇതൊക്കെ ജെറ്റുകളാണ്. ഈ ഫ്രണ്ട് ജെറ്റുകൾ കണ്ടില്ലേ? ഇപ്പം ഞാൻ ഇത് എന്ന് പറയുന്നതാണ് മെയിൻ ജെറ്റ്. ഈ മെയിൻ ജെറ്റ് കൂടെയാണ് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. ആ മെയിൻ ജെറ്റിൻ്റെ അടുത്ത് തന്നെ അതിനായിട്ടും ചെറിയ ഒരു ഉയരത്തിൽ ഇവിടെ മെയിൻ ജെറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു പൈലറ്റ് ജെറ്റും ഉണ്ട്. അതിൻ്റെ സൈഡ് വ്യൂ വെച്ചിട്ട് ഒരു എനിമേറ്റഡ് ഫിഗറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ലൈവായിട്ട് കണ്ട സാധനത്തിൻ്റെ ഒരു എനിമേറ്റഡ് ഫിഗറാണ്. ആ മെയിൻ ജെറ്റാണ് ഇവിടെ താഴത്താണ് ആ മെയിൻ ജെറ്റ് വരിക. ആ മെയിൻ ജെറ്റിലാണ് ആ മുകളിലത്തെ ആ സ്പ്രിങ് അല്ലെങ്കിൽ ആ ഫ്ലൈഡ് വന്ന് മുട്ടണത് കണ്ടോ? ഇതാണ് മെയിൻ ജെറ്റ്. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഞാൻ പറഞ്ഞ പൈലറ്റ് ജെറ്റ് എന്ന് പറയുന്നത്. ഇത് എയർ പോകുന്ന സ്ക്രൂ പൈലറ്റ് ജെറ്റ്. ഇതാണ് മെയിൻ ജെറ്റ്. മറ്റേത് എയർ പോകുന്ന സ്ക്രൂ. പൈലറ്റ് ജെറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിൽ ഓപ്പൺ അല്ലാത്ത ടൈം. ത്രോട്ടിൽ എന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈ വാൾവ് എന്ന് പറയുന്നത് ഒന്നാണ് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഈ ബട്ടർഫ്ലൈ വാൾവ് അഥവാ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ആവാത്ത ടൈമിൽ, മീൻസ് ക്ലോസ് ആയിരിക്കുന്ന ടൈമിൽ
എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈലറ്റ് ജെറ്റ് ഉപയോഗിക്കുന്നത്. എഞ്ചിനിലേക്ക് എപ്പോഴും ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കണം, അല്ലെങ്കിൽ എഞ്ചിന് കേടാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് എപ്പോഴും ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. വണ്ടിയിൽ നമ്മൾ ഗിയറൊന്നും ഇട്ടില്ലെങ്കിലും ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പൈലറ്റ് ജെറ്റ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ചെറിയ എമൗണ്ടിൽ ആണ് ഫ്യൂവൽ സപ്ലൈ ചെയ്ത് കൊടുക്കുക. മൈക്രോ ഡയമീറ്റർ ഹോൾസ് ആയിരിക്കും ഇതിലുള്ളത്. വളരെ മൈക്രോൺ ആയിരിക്കും ഹോളുകളുടെ ഡയമീറ്ററിൻ്റെ വലിപ്പം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ട്യൂണിങ് സ്ക്രൂ. ഈ ട്യൂണിങ് സ്ക്രൂവിൻ്റെ അറ്റം വളരെ ഷാർപ്പാണ്. അടിയിൽ ഒരു സ്പ്രിങ് ഉണ്ട്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഈ വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ വൈബ്രേഷൻ കാരണം ഈ ട്യൂണിങ് സ്ക്രൂ തിരിക്കാനുള്ളതാണ്. എപ്പോഴും നമ്മൾ ടൈറ്റായിട്ട് വെക്കില്ല, ഒരു പ്രത്യേക റൊട്ടേഷനിലാണ് വെക്കുക. ഇത്ര റെവല്യൂഷൻ റൊട്ടേഷനിലാണ് വെക്കുക. അപ്പോൾ വണ്ടി വൈബ്രേറ്റ് ആകുമ്പോൾ, എഞ്ചിൻ വൈബ്രേറ്റ് ആകുമ്പോൾ ഈ സ്ക്രൂ തിരിയരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ സ്ക്രൂവിൻ്റെ അറ്റത്ത് ഒരു സ്പ്രിങ് ഘടിപ്പിക്കാൻ കാരണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഐഡിൽ സ്ക്രൂ എന്ന് പറയുന്നത്. ആ നേരെ നമ്മൾ കണ്ട മെയിൻ ജെറ്റിൻ്റെ തൊട്ടടുത്തൊരു സ്ക്രൂ കണ്ടിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് കാണുമ്പോൾ, അതിനാണ് ഐഡിൽ സ്ക്രൂ എന്ന് പറയുന്നത്. അഥവാ പൈലറ്റ് ജെറ്റ് ഇവിടെ സൈഡിലുണ്ട്. പൈലറ്റ് ജെറ്റ് ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ഈ ഐഡിൽ സ്ക്രൂ ആണ് ഈ പൈലറ്റ് ജെറ്റിൽ നിന്ന് വരുന്ന ഫ്യൂവലെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഐഡിൽ സ്ക്രൂ അഥവാ ട്യൂണിങ് സ്ക്രൂ. ഐഡിൽ സ്ക്രൂവിൻ്റെ ഒരു പേരാണ് ട്യൂണിങ് സ്ക്രൂ. അതാണ് ഇവിടെ കാണിച്ചത്. അതാണ് കൺട്രോൾ ചെയ്യുന്നത്. വണ്ടിയിൽ നമ്മൾ ഈ ട്യൂണിങ് സ്ക്രൂ ട്യൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ വണ്ടീൻ്റെ സ്പീഡ് ക്രമാതീതമായി കൂടുകയും RPM കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇതിൻ്റെ പിക്ചറിലേക്ക് പോവാം, വർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇത് അതിൻ്റെ എയർ പാസേജ്, എക്സ്ട്രാ എയർ പാസേജുകളാണ്. ഇതേ കൂടെ എയർ എപ്പോഴും എൻജിനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. മീൻസ് നിങ്ങൾ ആ ബട്ടർഫ്ലൈ വാൽവ് വഴി തന്നെ എയർ പോവുള്ളൂ എന്നില്ല. അതല്ലാണ്ട് തന്നെ എയർ പാസേജിനുള്ള ട്യൂബുകൾ വേറെയുമുണ്ട്. അതിലേക്ക് എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ട്യൂണിങ് സ്ക്രൂ ഇത്തിരി ട്യൂൺ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഓൾറെഡി ഇവിടെ എയർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ട്യൂണിങ് സ്ക്രൂ ചെറുതായിട്ട് ട്യൂൺ ചെയ്യുന്ന ടൈമിൽ ഇവിടെ പ്രഷർ കുറയുകയും, ആ പോയിന്റിൽ പ്രഷർ കുറയുകയും പൈലറ്റ് ജെറ്റ് എന്ത് ചെയ്യും? ഇതിന്ന് വരുന്ന വെള്ളത്തിനെ, ഫ്യൂവലിനെ ട്യൂണിങ് സ്ക്രൂ വഴി ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യും. അതല്ലാണ്ട് തന്നെ എയർ ഈ വലിയ ഹോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ഈ വെഞ്ചൂരി കൂടെ മൂവ് ചെയ്യുമ്പോൾ ഹൈ വെലോസിറ്റിയിലായിരിക്കും എയർ പാസ്സാവുക. ഹൈ വെലോസിറ്റി എയർ പാസ്സാവുന്നത് കൊണ്ട് കാരണം അവിടെ പ്രഷർ കുറയുകയും പൈലറ്റ് ജെറ്റ് ഫ്യൂവൽ പെട്രോൾ ക്യാപ്പിൽ നിന്നും ഫ്യൂവൽ വലിച്ചെടുത്ത് ഈ ട്യൂണിങ് സ്ക്രൂ ആ പാസേജ് വഴി ഈ എയറിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് എഞ്ചിൻ ഐഡിയൽ സപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് പൈലറ്റ് ജെറ്റ്. ഓക്കെ, അപ്പോൾ ഈ നല്ല വെലോസിറ്റിയിൽ എയർ പാസ്സാവുന്നത് കൊണ്ട് അവിടെ പ്രഷർ കുറയുകയും, ആ പ്രഷർ കുറയുന്നത് കൊണ്ട് പൈലറ്റ് ജെറ്റ് പെട്രോൾ ക്യാപ്പിൽ നിന്നും ഫ്യൂവൽ സക്ക് ചെയ്തിട്ട് ട്യൂണിങ് സ്ക്രൂ, ആ ഒരു പാസേജ്, ട്യൂണിങ് സ്ക്രൂവിൻ്റെ അവിടെയുള്ള ഒരു പാസേജ് വഴി ഫ്യൂവലും എയറും കൂടി മിക്സ് ചെയ്തിട്ട് വളരെ മൈന്യൂട്ട് എമൗണ്ട് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എഞ്ചിൻ എപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുന്നു. മീൻസ് എഞ്ചിൻ നോർമലായിട്ടിരിക്കുമ്പോഴും ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, എയറും ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, മിക്സ്ചർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് എത്രത്തോളം മിക്സ്ചറാണ് സപ്ലൈ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നതാണ് ബട്ടർഫ്ലൈ വാൾവ്. അതിന് കൂടുതൽ ചെയ്യേണ്ടതാണ് ബട്ടർഫ്ലൈ വാൾവ്. അങ്ങനെ ഇവിടെ പ്രഷർ കൂടുകയും, ഞാൻ പറഞ്ഞു ഇവിടെ മുകളിൽ പ്രഷർ കുറവാണ്, ഈ താഴത്ത് ഈ പെട്രോൾ ക്യാപ്പിൻ്റെ അവിടെ പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുകയും, പിന്നെ ഈ ഡയഫ്രം ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്പ്രിങ് ഒക്കെ വെച്ച് നീഡിലൊക്കെ വെച്ചിട്ട് നയിക്കുന്ന അവിടെ ഡയഫ്രത്തിൻ്റെ അവിടെ പ്രഷർ കൂടുതലാണ്. ഇവിടെ നടുവിൽ പ്രഷർ കുറവായതുകൊണ്ട് ഡയഫ്രം താഴത്തു നിന്ന് മുകളിലോട്ട് നീങ്ങും. അങ്ങനെ ആകുമ്പോൾ ഈ നീഡിൽ മുകളിലോട്ട് നീങ്ങും. കാണിച്ചു തരാം. പ്രഷർ കുറവായതുകൊണ്ട് ഇവിടെ പ്രഷറും ഡയഫ്രത്തിൻ്റെ അവിടെ പ്രഷർ കൂടുതലായതുകൊണ്ടും ഈ ഡയഫ്രം മുകളിലോട്ട് നീങ്ങുകയും, ബട്ടർഫ്ലൈ വാൾവ് തുറക്കണമെങ്കിൽ കൂടുതൽ എയർ അതേ കൂടെ പാസേജ് ആവും. എന്നാലും ഈ കാണുന്ന താഴത്തു കൂടെ വരുന്ന ചെറിയ ഗ്യാപ്പ് കൂടെ എയർ പാസ്സാവുള്ളൂ. ഈ ത്രോട്ടിൽ കംപ്ലീറ്റ് അവിടെ തുറന്നിട്ടില്ല. ബട്ടർഫ്ലൈ വാൾവ് അല്ലാണ്ട് തന്നെ ഇവിടെ കാണുന്ന ഈ ഡയഫ്രം മുകളിലോട്ട് നീങ്ങുന്നില്ല. അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് എയർ പാസ്സാവില്ല, ചെറിയതായിട്ട് എയർ ഇതേ കൂടെ വരുള്ളൂ, വെഞ്ചൂരി കൂടെ. ഈ നമ്മൾ ആഫ്ലേറ്ററൊക്കെ കൊടുക്കുന്ന ടൈമിൽ കൂടുതൽ എയർ പാസ്സാവുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ആഫ്ലേറ്റർ കൊടുക്കുന്ന ടൈമിൽ ഈ ഡയഫ്രം മുകളിലോട്ട് ഇങ്ങനെ നീങ്ങും. സ്പ്രിങ് ഇങ്ങനെ കംപ്രസ്സായി മുകളിലോട്ട് നീങ്ങുന്ന ടൈമിൽ കൂടുതൽ, ഇതിപ്പോൾ ത്രോട്ടിൽ പകുതി വരെ ഈ വാൾവ് അല്ലെങ്കിൽ ത്രോട്ടിൽ എത്തി. അപ്പോൾ കൂടുതൽ എയർ ഈ ഗ്യാപ്പ് കൂടെ കിടക്കുകയും, അപ്പോൾ കൂടുതൽ എയർ ഈ ഗ്യാപ്പ് കൂടെ കിടക്കുമ്പോൾ മാത്രമല്ല ഈ നീഡിൽ ഈ മെയിൻ ജെറ്റിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ആ മെയിൻ ജെറ്റ് വഴി ഫ്യൂവൽ
സപ്ലൈ ചെയ്യുകയും ചെയ്യും. പകുതി എത്തിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇവിടെ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ പൈലറ്റ് ജെറ്റിൽ നിന്നും ഫ്യൂവൽ സപ്ലൈ ആവുന്നുണ്ട്. ഒപ്പം ഇവിടുന്ന് എയറും വരുന്നുണ്ട്. എയറിനുള്ള സ്പീഡ് വെലോസിറ്റിയിൽ കൂടുന്നു. അപ്പോൾ കൂടുതൽ എയർ ഫ്യൂൽ മിക്സ്ചർ അവിടെ എത്തിക്കുന്നു. ഇനി ഈ കാണുന്ന ഈ കാണിച്ചിരിക്കുന്ന ഹോളുകളാണ് ഈ വെഞ്ചൂരിന് അടിയിലുള്ള എയർ ചാമ്പറുകളിലേക്ക് എയറിന് എത്തിക്കുന്നത്. ഈ കാണുന്ന ചെറിയ 4 ഹോളുകളാണ് വെഞ്ചൂരിൻ്റെ അടിയിൽ കാണിച്ചിരിക്കുന്ന ഈ നീല ട്യൂബുകൾ. കണ്ടോ, വെഞ്ചൂരി അല്ലാണ്ട് ഈ നീല ട്യൂബുകൾ, അതൊക്കെയാണ് ഈ എയർ ചാമ്പറുകൾ. അവിടേക്ക് എയർ എത്തിക്കുന്നത് ഈ വെഞ്ചൂരിൻ്റെ അറ്റത്തേക്കാണ് ഹോള് പോകുന്നത്. ആ ഹോള് അറ്റത്തേക്ക് പോകുന്ന ഹോളുകളാണ് ഞാൻ ഇപ്പോൾ ലൈവായിട്ട് അവിടെ ഇങ്ങനെ ഒരു മഞ്ഞ റെക്റ്റാങ്കിളിൽ സ്ക്വയറിൽ കാണിച്ചത്. ഓക്കെ, ആ ഹോളുകളെ കൂടെയാണ് ഈ എയർ ചാമ്പറിലേക്ക് എയർ വേറെ എത്തുന്നത്. ഓൾറെഡി കൂടെ എയർ പാസ്സാവുകയും ചെയ്യും. അങ്ങനെയാണ് പൈലറ്റ് ജെറ്റിൻ്റെ അവിടേക്ക് ട്യൂണിംഗ് സ്ക്രൂവിൻ്റെ അവിടേക്ക് എപ്പോഴും എയർ പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. ആ പോർഷൻ മനസ്സിലായി വിചാരിക്കണം. അത് ഉദ്ദേശിച്ചത് കഴിഞ്ഞിട്ടില്ല. ഇത് ത്രോട്ടിൽ പകുതി ആകുമ്പോഴാണ് ഇത്രത്തോളം ഫ്യൂവൽ മുകളിലോട്ട് ടോപ്പ് സ്പീഡിൽ പോകുമ്പോൾ എത്രത്തോളം ഫ്യൂവൽ മിക്സ്ചറാണ് ഉള്ളിലേക്ക് വരുമെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ അത് താഴോട്ട് നീങ്ങുമ്പോൾ മെയിൻ ജെറ്റ് ക്ലോസ് ആവും, അതേപോലെ ഫ്യൂവൽ വരില്ല. അപ്പോൾ ആ ടൈമിൽ പൈലറ്റ് ജെറ്റാണ് എഞ്ചിൻ വർക്കിംഗ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഞ്ചിന് കേടുപാട് പറ്റാണ്ടിരിക്കാൻ എപ്പോഴും എയർ ഫ്യൂവൽ മിക്സ്ചർ ചെറുതെ മൈന്യൂട്ട് രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തു അല്ലെങ്കിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ട്യൂണിംഗ് സ്ക്രൂ ആണ്, അല്ലെങ്കിൽ ഐഡിൽ സ്ക്രൂ ആണ്. ഈ ട്യൂണിംഗ് സ്ക്രൂ തിരിക്കുന്നതിനനുസരിച്ച് ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ ഫുൾ ക്ലോസ് ആവുകയും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ ലൂസ് ആവുകയും കൂടുതൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അതിനനുസരിച്ചാണ് വണ്ടീൻ്റെ RPM കൂട്ടാനും കുറയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോർമൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ FU കാർബറേറ്ററിൻ്റെ. അത് വെച്ചിട്ട് ട്യൂണിംഗ് സ്ക്രൂ നമുക്ക് ആലോചിക്കുക. ട്യൂണിംഗ് സ്ക്രൂ വളരെ ചെറിയൊരു ലെങ്ത്തിലുള്ള ഒരു സ്ക്രൂ ആണ്. അത് എത്രത്തോളം തിരിക്കാം മാക്സിമം നമുക്കറിയാം. അത് കംപ്ലീറ്റ് തിരിച്ചുകൊണ്ട് വണ്ടി ഫുൾ സ്പീഡിലെത്തുമോ? ഒരിക്കലും എത്തില്ല. ആ ട്യൂണിംഗ് സ്ക്രൂ മൊത്തം തിരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഓക്കെ, കുറച്ച് തിരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കൂടുതൽ തിരിക്കുമ്പോൾ അത് കൂടുതൽ സ്പീഡിൽ വണ്ടി വർക്കാവുന്നു, മീൻസ് കൂടുതൽ ഫ്യൂവൽ പോകുന്നു. എന്നാലൊരു ലിമിറ്റ് ഉണ്ട്. വണ്ടി കൂടുതൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ മാക്സിമത്തിലൊന്നും വണ്ടി ഐഡിയലായിട്ടിരിക്കുമ്പോൾ സ്പീഡ് കാണിക്കില്ല. അങ്ങനെ കൂടുതൽ ഫ്യൂവൽ പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ ശരിക്കും ഫ്യൂവൽ നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ട്യൂൺ ചെയ്യുമ്പോൾ ഫുൾ ഇങ്ങനെ വെറുതെ സ്ക്രൂ ചെയ്ത് വെക്കരുത് എന്ന് പറയാൻ കാരണം. നമ്മൾ വണ്ടി സ്റ്റാർട്ടാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഫുൾ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് അത് എഞ്ചിൻ കേടുവരും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എയർ ഫ്യൂൽ മിക്സ്ചർ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് എഞ്ചിൻ വർക്കാവാൻ വേണ്ട നോർമലായിട്ട് എഞ്ചിൻ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ വർക്കാവണം. അതിന് വേണ്ടിയിട്ടാണ് എയർ ഫ്യൂൽ മിക്സ്ചർ വെഞ്ചൂരി വഴി സപ്ലൈ ചെയ്യുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ആവുമ്പോൾ ആ പ്രത്യേക ടെമ്പറേച്ചറിൽ വർക്കാവണം. അതിന് വേണ്ടിയിട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്ത ടൈമിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഇതായി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ പൈലറ്റ് ജെറ്റ് വെച്ചിട്ട് എപ്പോഴും ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലാത്ത ടൈമിൽ എഞ്ചിൻ ഐഡിലായിട്ടിരിക്കുമ്പോൾ സപ്ലൈ ചെയ്യാൻ കാരണം അതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ട്യൂണിംഗ് സ്ക്രൂ കൂടുതൽ കൊടുത്തിട്ടും കാര്യമൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മതി, വെറുതെ കൂടുതൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഫ്യൂവൽ നഷ്ടമാണ്. ഓക്കെ, ഇനി ട്യൂണിങ് എങ്ങനെയാണ് പറഞ്ഞ കാണുന്ന ട്യൂണിംഗ് സ്ക്രൂ നമ്മൾ തിരിക്കുകയാണ്. ട്യൂണിംഗ് സ്ക്രൂ തിരിക്കുന്നതിനനുസരിച്ച് വണ്ടീൻ്റെ RPM കൂട്ടുകയും നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ ഈ സ്ക്രൂ എത്ര റെവല്യൂഷൻ തിരിഞ്ഞു എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും വേണം. ഇങ്ങനെയാണ് വണ്ടി ട്യൂൺ ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയും തോറും എത്ര മുമ്പിലോട്ട് തിരിച്ചു എത്ര പിന്നിലോട്ട് തിരിച്ചു എന്നനുസരിച്ച് നമ്മൾ RPM നോക്കിയിട്ട് വണ്ടീൻ്റെ ആക്സിലറേറ്റർ കൂട്ടി നോക്കും. മീൻസ് വണ്ടി സ്റ്റാർട്ടായിരിക്കുമ്പോൾ തന്നെ എത്ര സ്പീഡിൽ കറങ്ങുന്നു കൂടി നോക്കും. ഓക്കെ, ആക്സിലറേറ്റർ കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ എത്രത്തോളം എയറാണ് അതിലേക്ക് വെഞ്ചൂരി കൂടെ പാസ് ചെയ്യുന്നത്. അതിനിപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. വെഞ്ചൂരി കൂടെ അല്ലാണ്ട് തന്നെ എയർ ഞാൻ പറഞ്ഞ എയർ ചാമ്പർ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, താഴത്ത് മുകളിലും തന്നെ ട്യൂബുകൾ കണ്ടോ. മുകളിലാണെങ്കിൽ ഒരു L സെക്ഷനിലൊരു ട്യൂബുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. താഴത്തും 2 ട്യൂബാണ്, അതേ കൂടെയും എയർ പാസ്സാവുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ലൈവായിട്ട് ഞാൻ കാണിക്കുമ്പോൾ 4 ഹോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ, യെല്ലോ കളർ സ്ക്വയർ റെക്റ്റാങ്കിളിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ കാണുന്ന ഈ റെവല്യൂഷനും RPM ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിച്ച് ഇതാ വണ്ടി സ്റ്റാർട്ട് ആയിക്കുമ്പോൾ തന്നെ അത് തിരിയുന്നതിനനുസരിച്ച് ഇവിടെ സ്പീഡ് കൂടും. ഓക്കെ, അതാണ് ഇവിടെ. എന്നിട്ട് നമുക്ക് RPM സ്റ്റഡി ആയിട്ട് വെക്കുക. കുറയാനും പാടില്ല, കൂട്ടാനും പാടില്ല. പിന്നെ വണ്ടി നമ്മൾ കുറേ ഓടി കഴിയുമ്പോൾ എഞ്ചിൻ്റെ വൈബ്രേഷൻ കാരണം അത് ലെഫ്റ്റിലേക്ക് തിരിയില്ല. അതിനാണ് അവിടെ ഒരു സ്പ്രിങ് വെച്ചിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് സാധനം തിരിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് വീണ്ടും തിരിച്ചു കൊടുക്കേണ്ടി വരും. സ്പ്രിങ്ങിന് തേയ്മാനം വരുമ്പോഴാണ് ഇത് ഈ പരിപാടി ഈ ഒരു കാര്യം നടക്കുന്നത്. അപ്പം നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. RPM നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റഡി ആക്കാം. കൂടുതൽ വെച്ചുകൊണ്ട് ഫ്യൂവൽ നഷ്ടമാണ്. ചോക്ക് അടിക്കുക കേട്ടുണ്ടാവും. എന്തിനാണ് ചോക്ക് അടിക്കുന്നത്? വണ്ടി സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ടാണ് ചോക്ക് അടിക്കുന്നത്. വണ്ടി വളരെ കുഴപ്പമില്ല, പക്ഷെ എൻജിൻ തണുപ്പായിട്ടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഈ പൈലറ്റ് ട്യൂണിങ് സ്ക്രൂ അല്ലാണ്ട് തന്നെ ഐഡിൽ സ്ക്രൂ അല്ലാണ്ട് തന്നെ ഈ പൈലറ്റ് ജെറ്റ് എന്ന് വരുന്ന ഫ്യൂവലും എയർ ഫ്യൂവൽ മിക്സ്ചറും കൂടി തന്നെ എൻജിൻ വർക്ക് ആവില്ല. ആ ഒരു ഫ്യൂവൽ കൊണ്ട് എൻജിൻ വർക്ക് ആവില്ല. കൂടുതൽ എയർ ഫ്യൂവൽ മിക്സ്ചർ വേണ്ടി വരും. ആ കൂടുതൽ എയർ ഫ്യൂവൽ കൊടുക്കുന്നതാണ് ഈ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണിച്ചു തരാം. ട്യൂണിങ് തന്നെ ആയിരിക്കുമല്ലോ. ഇതാണ് ചോക്ക്. വണ്ടിക്ക് എന്തിനാണ് ചോക്ക് കൊടുക്കുന്നത്? കുറേ പേര് തെറ്റിദ്ധാരണയുണ്ട്. അത് കേടാണ്, എഞ്ചിന് കേടാണെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കേടുമില്ല. അതെന്താണ് ചോക്കിംഗ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ചോക്ക് എന്നോട് കേടില്ല. എന്താണ് ചോക്ക് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഈ നോർമലായിട്ട് വരുന്ന ഈ കാണുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ, എൻജിൻ സ്റ്റാർട്ടായിരിക്കുമ്പോൾ എയർ ഫ്യൂവൽ മിക്സ്ചർ പോരാ, എൻജിൻ സ്റ്റാർട്ടാവാൻ എൻജിൻ വളരെ തണുപ്പായിട്ടിരിക്കുന്ന ടൈമിൽ, കോൾഡായിട്ടിരിക്കുന്ന ടൈമിൽ എൻജിൻ വളരെ തണുത്ത് പോവുകയാണെങ്കിൽ 2-3 ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് അടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അത് എൻജിൻ തണുത്ത് പോയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഓൾറെഡി തനിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഓൾറെഡി ആയിരിക്കും എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എയർ ഫ്യൂവൽ മിക്സ്ചർ പോരാ വണ്ടി സ്റ്റാർട്ടാവാൻ. അതുകൊണ്ട് കൂടുതൽ എയർ ഫ്യൂവൽ മിക്സ്ചർ വേണം. ആ കൂടുതൽ എയർ ഫ്യൂവൽ മിക്സ്ചർ കൊടുക്കുന്നതാണ് ഈ മുകളിൽ കാണുന്ന ഈ പോർഷൻ ചോക്ക്. ഈ ചോക്ക് അടിക്കുമ്പോൾ ഈ വാൾവ് കാണുന്ന ഈ വാൾവ് ഉണ്ടോ, ഒരു പിന്ന് പോലെ, ആ പിന്ന് പിന്നോട്ട് നീങ്ങുകയും മുകളിൽ ഒരു എക്സ്ട്രാ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. എയറും ഫ്യൂവലും കൂടി അവിടെ ഒരുമിച്ചാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്ട്രാ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൈലറ്റ് ജെറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട്. അതേകൂടെ ഫ്യൂവൽ മുകളിലോട്ട് പോവുകയും ചെയ്യും. ഈ മുകളിൽ കാണുന്ന പോയിന്റിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയറും ഫ്യൂവലും കൂടി ഇവിടുത്തെ താഴത്തെ പോലെ തന്നെ ട്യൂണിംഗ് സ്ക്രൂവിൻ്റെ അടുത്തുള്ള എയർ ഫ്യൂവലും കൂടി മിക്സ് ചെയ്ത് പോകുന്ന പോലെ തന്നെ മുകളിലും അതേ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഈ ചോക്ക് പിന്നോട്ട് നീങ്ങുമ്പോൾ, ചോക്ക് അടിക്കുമ്പോൾ ആ വാൾവ് പിന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. ചോക്ക് പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ പിന്നോട്ട് നീങ്ങുമ്പോൾ എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്ത് മുകൾ കൂടി ആ മിക്സ്ചർ പാസ് ചെയ്യുന്നു. അപ്പോൾ 2 മിക്സ്ചറും കൂടി ആവുമ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആവുന്നു. എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ചോക്ക് വേണമെങ്കിൽ മുമ്പോട്ട് തന്നെ നീക്കി കഴിഞ്ഞാൽ വിൻഡോ ക്ലോസ് ആവും മുകളിൽ നിന്ന്. അപ്പോൾ പാസ്സാവില്ല. എൻജിൻ ഓൾറെഡി സ്റ്റാർട്ടായി, പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് ചോക്കിങ് കൊടുക്കുന്നത്. ചോക്കിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂവൽ മിക്സ്ചർ കൂടുതൽ കൊടുക്കുകയാണ്. ഇതുകൊണ്ട് എൻജിന് ഒരു കേടും ഇല്ല. ഓക്കെ, നമുക്ക് ഫ്യൂവൽ കൺസപ്ഷൻ ചിലപ്പോൾ ലൈറ്റായിട്ട് കൂടും. അതാണ് ഈ ചോക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷം എന്ന് പറയാം. അത്ര വലിയ ദോഷമല്ല, വളരെ മൈന്യൂട്ട് എമൗണ്ട് ആണ്. ചോക്ക് നമ്മൾ എത്രത്തോളം നേരം പിടിച്ച് വെക്കണോ അത്രത്തോളം ഫ്യൂവലാണ് ഉള്ളിലേക്ക് കയറുക. ചോക്ക് എപ്പോൾ നമ്മൾ വിടണോ അപ്പോൾ ആ ഫ്യൂവൽ ഒന്ന് കയറും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ നമുക്ക് ആ ഫ്യൂവൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതാണ് മെയിനായിട്ട് ചോക്കിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മോഡേൺ കാർബറേറ്റർ അഥവാ സിമ്പിൾ കാർബറേറ്റർ ഈ ടോപ്പിക് വളരെ വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കും ഡിസ്കസ് ചെയ്യാം.